രാവിലെ തന്നെ ബീച്ചിലേക്ക് വന്നിട്ടാ, ബസ് സ്റ്റേഷൻ്റെ ഏരിയയിലേക്ക്. നമ്മൾ സൈക്കിൾ ഓട്ടിയിട്ട് ബസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നുണ്ട്. രാവിലത്തെ ബീച്ചിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതാണ് ബസ് സ്റ്റേഷൻ. സൈക്കിളും കൊണ്ട് ബസ് സ്റ്റേഷനിലേക്ക് പോയി. സൈക്കിൾ ഞാൻ ബസ് സ്റ്റേഷനിൽ ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ട് അവിടെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചു. ഞാൻ ബസ് സ്റ്റേഷൻ അവർ ഡിസൈൻ ചെയ്തത്. സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് ബീച്ചിൽ പോയേക്കാം ജസ്റ്റ്. ബസ് സ്റ്റേഷൻ നേരെ മുന്നിലാണ്. സൂര്യൻ ഉദിച്ച് വരുന്നത്ര. രാവിലെ ബീച്ചിൻ്റെ അവസ്ഥ ആരും കണ്ടിട്ടുണ്ടാവില്ല. ബസ് സ്റ്റേഷനിലെ ആൾക്കാർ ഭയങ്കര റഷാകുമ്പോൾ ഇതാണ് രാവിലത്തെ നമ്മളെ മാട്ടൂൽ ബീച്ചിൻ്റെ അവസ്ഥ. ആരുമില്ല. കടലും കുറച്ച് ശാന്തമാണ്. കണ്ടാ, ഒരു മനുഷ്യനില്ല. ഇതാണ് ബസ് സ്റ്റേഷൻ. കാണുന്നതാണ് ബസ് സ്റ്റേഷൻ, പെറ്റ് സ്റ്റേഷൻ. സൂര്യൻ ഉദിച്ചേട്ടാ, സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. നേരെ സൈക്കിൾ എടുത്തിട്ട് ചാടിക്കാൻ പോകും. സൈക്കിൾ ഓടിക്കാൻ നല്ല രസമാട്ടോ. രാവിലെ സൈക്കിളിനുണ്ട് നമ്മളെ മാട്ടു ബീച്ച്. ഒരു രസം, നല്ല രസം. നല്ല കാറ്റുണ്ട്, അത്ര ചൂടൊന്നുമില്ല രാവിലെ തന്നെ. ബീച്ചാടാ, ബീച്ചിക്ക് ഡയറക്റ്റ് അടിക്കുന്നുണ്ട്. ഇതാണ് മൈന. മൈനക്ക് പേടിയൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ പോലെ. നമ്മൾ വേറൊരു ഏരിയയിലേക്ക് വന്നു. ഇങ്ങനെയായിരുന്നു പണ്ട് മാട്ടൂൽ ബീച്ച് ഉണ്ടായത്. റോഡൊന്നും ഉണ്ടായില്ല. നേരത്തെ കണ്ടത് ബസ് സ്റ്റേഷൻ്റെ ഏരിയ, അതിന് തൊട്ടിപ്പുറത്തുള്ള ഏരിയ. നല്ല രസമാണ് ഇതിൽ ഇങ്ങനെ പോവാൻ. പഴയ ക്രിസ്ത്യൻ പള്ളി. ഇങ്ങനത്തെ പള്ളിയെല്ലാം ചില ഏരിയയിൽ ഇപ്പോൾ കുറവാണ്. അടിപൊളിയല്ലേ? കുറേ സൈക്കിൾ ഓടിക്കാത്തതുകൊണ്ട് പഴയ എനർജി ഇല്ല. ഗിയർ മാറി.